ഹായ്, ഐ ആം ഷാഹിദ. ഞാൻ സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ടീച്ചറാണ്. എൻ്റെ നാട് കർണാടകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ 10 ഡേയ്സ് ഫ്രീ ക്ലാസ്സിന് എന്തെല്ലാം തിങ്സ് വേണം, ടൈലറിങ്ങിന് എന്തെല്ലാം തിങ്സ് വേണം എന്ന് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ടൈലറിങ് ടേപ്പാണ്. ഈ ടൈലറിങ് ടേപ്പ് ഇത് 1.5 മീറ്ററിൻ്റെ ടേപ്പാണ്. 1.5 മീറ്റർ ടേപ്പാണ്. ഇത് സെൻറ്റിമീറ്ററാണ്. ഈ സൈഡിൽ സെൻറ്റിമീറ്റർ എടുക്കുന്നത് ഈ മുകളിൽ നിന്ന്. ഈ സൈഡിൽ ഇഞ്ചാണ്. ഇഞ്ച് എടുക്കുന്നത് ഈ മുകളിൽ നിന്ന്. ഇവിടെ നിന്ന് എടുക്കുന്നത് ഇത് ഇഞ്ച് ടേപ്പാണ്. ഇത് 1.5 മീറ്ററിൻ്റെ ടേപ്പാണ്. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് നമുക്ക് ത്രെഡാണ്. ത്രെഡ് ഇതുപോലത്തെ ഒരു ത്രെഡ്. മൂന്നാമതായിട്ട് വേണ്ടത് പിൻസ്. ഇത് പിന്നാണ്. പിന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയെന്ന് നമുക്ക് ഈ നമ്മുടെ ഫാബ്രിക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻസ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തിൽ പിൻസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ. മൂന്നാമതായിട്ട് നമുക്ക് സൂചിയാണ്. നാലാമതായിട്ട് സൂചിയാണ്. സൂചി പറഞ്ഞാൽ ഇത് ഹാൻഡ് സൂചിയാണ്. ഈ ഹാൻഡ് സൂചിയിൽ ഞങ്ങൾ ഹാൻഡിൽ ബേസിക്സ് എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഈ സൂചിയിൽ പഠിപ്പിക്കും. ഇതുപോലത്തെ ഒരു ഷർട്ട് ബട്ടൺസ്. ഇത് ഷർട്ട് ബട്ടൺസ് എങ്ങനെ വെക്കുന്നതെന്ന് ഇതും കാണിക്കും. പിന്നെ ഇതുപോലെ ഹുക്സ്, ഇതിന് പറയും ഹുക്സ്. ഇത് ബ്ലൗസിലെല്ലാം യൂസാവും. ബ്ലൗസ് ഉണ്ടല്ലേ, നമ്മൾ സാരി ബ്ലൗസ് ഉണ്ടല്ലേ, ഇതിലെല്ലാം വരുന്നതാണ് ഹുക്സ് ഇതിന് പറയുന്നത്. ഇതും എങ്ങനെ ഇടുന്നതെന്ന് ഇതും കാണിച്ചു തരാം ഞങ്ങൾക്ക്. പിന്നെ ചോക്കാണ്. ഇത് ചോക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സീസർ, കത്രിയാണ്. കത്രി നമുക്ക് ഈ എല്ലാ ടൈലറിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലേ, ഇതെല്ലാം നമ്മുടെ ബട്ടൺ ഷോപ്പ്, ഈ ത്രെഡ് ഹൗസ് ഇതുപോലത്തെ ഒരു ഷോപ്പിലെല്ലാം മേടിക്കാൻ പറ്റും. പിന്നെ ഓൺലൈനിലും മേടിക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു കത്രി വേണം. കത്രി പറഞ്ഞാൽ വീട്ടിലുള്ള കത്രി ഞങ്ങൾക്ക് ഫാബ്രിക് കട്ട് ചെയ്യാൻ, മെറ്റീരിയൽസ് എല്ലാം കട്ട് ചെയ്യാനാവില്ല. ഇതുപോലത്തെ നല്ല പിടിക്കുന്ന കത്രി ആവണം. ഇല്ലെങ്കിൽ നമ്മുടെ കട്ടിങ് ചെയ്യുമ്പോൾ അത്ര നല്ല നീറ്റായിട്ട് വരുന്നില്ല. പിന്നെ വേണ്ടത് സ്കെയിൽ. ഇതുപോലത്തെ ഒരു സ്കെയിൽ വേണം. അപ്പോൾ ഞങ്ങൾക്ക് നീളായിട്ട് ഒരു ലൈൻസ് ഇടണമെങ്കിൽ, മാർക്ക് ചെയ്യണമെങ്കിൽ എല്ലാം ലൈൻസ് ഇടാൻ വേണ്ടിയിട്ടല്ല ഇതുപോലത്തെ ഒരു സ്കെയിൽ വേണം. പിന്നെ ഇത് ഇത് കാണിക്കാം. ഇത് നമ്മുടെ മെഷീൻ സൂചിയാണ്. ഈ മെഷീൻ സൂചി നമുക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീനിൽ ഉപയോഗിക്കാനാണ്. ഇത് മെഷീൻ സൂചിയാണ്. അത് കൈ സൂചിയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഇത്ര കാണിച്ചു. നെക്സ്റ്റ് നിങ്ങൾക്ക് മെഷീനിൻ്റെ ഏത് മെഷീൻ വേണം, ഏത് മെഷീൻ നിങ്ങൾക്ക് വാങ്ങിയാൽ ബെറ്ററാണ്. പിന്നെ കറണ്ടിൻ്റെ മെഷീനുണ്ട്, പിന്നെ കാലിൽ ചവിട്ടുന്ന മെഷീനുണ്ട്. ആ 2 മെഷീനിൻ്റെ ഡെമോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര ബേസിക് ആയിട്ടുള്ള സാധനം ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. പഠിപ്പിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റായിട്ട് ഒരു സൂചിക്ക് നൂലിട്ടിട്ട് സൂചിൻ്റെ ഉള്ളിലേക്ക് നൂലിട്ട് അതിൻ്റെ പിന്നെ ഒരു ഫസ്റ്റിൻ്റെ സ്റ്റിച്ച് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഹാൻഡ്
സ്റ്റിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇന്ന്, ഹാൻഡ് സ്റ്റിച്ച്. അപ്പോൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കാം. ഒരു സൈഡ്, നമ്മുടെ സൈഡ് ബോർഡർ ഉണ്ടല്ലേ, ഇപ്പോൾ ഒരു ഡ്രസ്സൊന്ന് പരഞ്ഞു പോവും എന്തെങ്കിലും. അപ്പോൾ പരഞ്ഞു പോയ ഡ്രസ്സിനെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട്, ഇത് 2 പീസുണ്ട്, 2 ഉണ്ട്, അതിനെ രണ്ടിനെ ഒന്നയച്ച് വെച്ചിട്ട് ഈ സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതും പോലും അറിയാത്തവരുണ്ട്, ഹാൻഡ് സ്റ്റിച്ചും പോലും ചെയ്യാൻ അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബേസിക് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ഈ സ്വീസ് ഹോം അക്കാഡമീൻ്റെ അണ്ടറിൽ ഈ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത് എന്തിനാണ്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് നല്ലോണം അറിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം, അപ്പോൾ അറിഞ്ഞവർക്ക് ഇത് അത്ര ഒന്നും വിശേഷമായിട്ടുണ്ടാവില്ല ഇന്നത്തെ ക്ലാസ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് കാണിക്കുന്നത്. ബേസിക് പോലും ഒന്നും അറിയാത്തവരുണ്ടാവും, സൂചിൻ്റെ ഒരു കാര്യം അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഒരു നൂല്, ഇതൊരു സൂചി ഉണ്ടല്ലേ, ഈ സൂചിക്ക് ഇത് ഒരു നൂലിട്ടിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് ഇട്ടിട്ട്, സൂചീൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ സൂചിക്ക് നൂലിട്ടു. നൂലിട്ടിട്ട് നിങ്ങൾക്ക് എത്ര വേണം അത്ര അളവിലിടാം. ഇതിനെ കട്ട് ചെയ്ത്, കത്തിക്കൊണ്ട് കട്ട് ചെയ്ത്, പിന്നെ ഇതിനൊരു നോട്ട്സ് ഇടാം. നോട്ട്സ് പറഞ്ഞാൽ അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗട്ടിയായിട്ടൊരു നോട്ട്സ് ഇടാം. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ഇങ്ങനെ 2 ഇതാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ്. അപ്പോൾ ഒരു നോട്ട് വീണു. ഓക്കെ, നെക്സ്റ്റ് ഇത് 2 ഒരു ഫാബ്രിക്കാണ് എൻ്റെ അടുത്തുണ്ട്. ഇത് ഞങ്ങൾക്ക് ഏത് ഫാബ്രിക്കും ഓക്കെയാണ് ഉള്ളത്. ഇങ്ങനെ 2 പീസ് എടുത്ത് ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും ഡ്രസ്സ് പരഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ മെഷീൻ ഉണ്ടാവില്ല. അപ്പോൾ ഹാൻഡിൽ ഞങ്ങൾ ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്. ഈ റണ്ണിങ് സ്റ്റിച്ചിൽ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ഈ റണ്ണിങ് സ്റ്റിച്ചിലേക്ക് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകാം. അടുത്തടുത്തായിട്ട് ഇടണം, റണ്ണിങ് സ്റ്റിച്ച് അടുത്തടുത്തായിട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ചെയ്യണം. ഇത് സ്ട്രൈറ്റായിട്ട് ഇതുപോലെ ഒരേ സൈസിൽ വരണമെങ്കിൽ, ചില ആൾക്കാർക്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് വരില്ല. അപ്പോൾ അവർ ഒരു ലൈൻസ്, ഒരു പെൻസിലോ ചോക്ക് ഉണ്ടല്ലേ, ആ ചോക്ക് കൊണ്ടിട്ട് സ്കെയിലിൽ ഒരു ലോങ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് ആ ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്യണം. ഇങ്ങനെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ താഴോട്ടും മേലോട്ടും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വലിച്ച് അതേപോലെ ലാസ്റ്റ് എൻഡിങ് വരെ ചെയ്യണം. ഈ എൻഡ് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനെ നീട്ടായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഇങ്ങനെ വന്ന്
പിന്നെ ഇത് ഞാനിപ്പോൾ കാണിച്ച് തന്നതുണ്ടല്ലേ, ഇതിനെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇത് ചെയ്തു നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, നിങ്ങളിപ്പോൾ ഫ്രീ ക്ലാസ്സിലുണ്ടല്ലേ, ആ ഫ്രീ ക്ലാസ്സിലുള്ള ആരുടെ ഗ്രൂപ്പിലേക്കും നിങ്ങൾ അതിനെ അയച്ചു കൊടുത്താൽ നല്ലത്. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ അത് ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു കാര്യമായി. ഇനി നെക്സ്റ്റ് ഇത് ഫോൾഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത സ്റ്റിച്ച് ഇതുപോലെ നീട്ടായിട്ടുണ്ടാവും. സെയിം ലെങ്ത്തിൽ ചെയ്താൽ ഇത് നീട്ടായിട്ടുണ്ടാവും ഹാൻഡിൽ ചെയ്യുമ്പോൾ. പിന്നെ ഇതിനെ ഇത് അടിഭാഗം, ഇത് മേൽഭാഗം, നമ്മുടെ മെയിൻ കാണുന്ന ഭാഗം, ഇത് ഉള്ളിലിടുന്ന ഭാഗം. ഈ ഉള്ളിൻ്റെ ഭാഗത്തിലേക്ക് ഈ 4 ഞങ്ങൾ കട്ടുണ്ടല്ലേ, ഈ സൈഡിൻ്റെ കട്ട് ഇത് എണിച്ച് കാണുമല്ലേ. അപ്പോൾ ഈ 4 കട്ടിനെ ഇതുപോലെ 2 ഫോൾഡ് ചെയ്യണം. ഫസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു ഫോൾഡായി, പിന്നെ ഒരു ഫോൾഡാക്കണം, ഇനിയും ഒരു ഫോൾഡാക്കണം. നെക്സ്റ്റ് ഈ രണ്ടാമത്തെ സ്റ്റിച്ചിക്ക് പറയുന്നത് ഹെമ്മിങ് എന്നാണ്. ഇത് ഹെമ്മിങ് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ഞങ്ങൾ ഹെമ്മിങ് ചെയ്യുന്നത് സിംഗിൾ നൂലിലാണ്. ഇതിൽ ഡബിൾ ഉണ്ട്, സിംഗിളിൽ ഹെമ്മിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ ഒരു സിംഗിൾ നൂൽ, ഇപ്പോൾ ഇതിൽ 2 ഉണ്ടല്ലേ, 2 ഉണ്ടാവുമ്പോൾ ഇതിൽ ഒന്ന് വേറെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ നടുവിൽ സൂചി ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിൽ ലെങ്ത്ത് കുറേ ലെങ്ത്ത് എക്സ്ട്രാ ഉണ്ടല്ലേ, ലെങ്ത്ത് എക്സ്ട്രാ ആയിട്ട് വേണം. ഒരു സൈഡിൽ ഒരു നൂല്, ഒരു ത്രെഡ് ഷോർട്ടായിട്ട് വേണം ഇങ്ങനെ. അപ്പോൾ ഷോർട്ടായിട്ട് ലെങ്ത്ത് എക്സ്ട്രാ ഉണ്ടല്ലേ, നീളമുള്ള നൂലിന് അപ്പോൾ ഇതിൽ ലെങ്ത്ത് കുറേ ലെങ്ത്ത് എക്സ്ട്രാ ഉണ്ടല്ലേ, ലെങ്ത്ത് എക്സ്ട്രാ ആയിട്ട് വേണം. ഒരു സൈഡിൽ ഒരു നൂല്, ഒരു ത്രെഡ് ഷോർട്ടായിട്ട് വേണം ഇങ്ങനെ. അപ്പോൾ ഷോർട്ടായിട്ട് ലെങ്ത്ത് എക്സ്ട്രാ ഉണ്ടല്ലേ, നീളമുള്ള നൂലിന് ഇതിനൊരു നോട്ടിടണം. ഇത് നൂല് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോട്ടിടണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുപോലെ ഫസ്റ്റ് ഈ താഴേട്ടുള്ള പീസ് ഉണ്ടല്ലേ, ഇതിൻ്റെ കൊണ്ട് ഇങ്ങനെ എടുക്കണം. കുറച്ച് ഒരു 2 നൂല് വരുന്നത്ര കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത്, പിന്നെ ഉള്ളിൽ കുറച്ച്, പിന്നെ ഈ ഞങ്ങൾ മടക്കിയിട്ടുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ അടിയിൽ നിന്ന് മേലിലേക്ക് എടുക്കണം. ഇങ്ങനെ എടുത്ത് ആകുമ്പോൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സൈഡ് ഇതിൻ്റെ താഴേക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട്, പിന്നെ ഈ ഭാഗം ഉണ്ടല്ലേ, ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടണം, ഇട്ടിട്ട് വലിക്കണം. അപ്പോൾ നോക്ക് ഇതുപോലെ ആവും. നോക്കാം. അതേപോലെ ഇതും ഇങ്ങനെ ഇട്ടെടുത്തു, പിന്നെ ഈ ഫോൾഡാക്കിയ ഭാഗത്തിലേക്ക് ഇങ്ങനെ ഇട്ടു, ഒന്ന് വലിച്ചു. അപ്പോൾ നോക്കാം ഇങ്ങനെയായി. ഇതിന് പറയുന്നത് ഹെമ്മിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡിങ് ചെയ്ത് കുറച്ച് ഫോൾഡിങ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇങ്ങനെ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഇടണം, ഇങ്ങനെ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലിടണം, ഇങ്ങനെ വലിക്കണം.
ഇതുപോലെ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ഇത് മുന്നോട്ട് പോയി കുറച്ച് 2 ഫോൾഡ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പിടിക്കണം. ഇതിൽ പിടിക്കുന്ന ട്രിക്സ് കാണിക്കാം. നമ്മുടെ ഈ 2 വിരലുണ്ടല്ലേ, ഈ ചെറുവിരലും ഇതും ഇങ്ങോട്ട് പിടിച്ച് ഈ 2 വിരൽ, ഫസ്റ്റിൻ്റെ വിരലും ഈ 2 വിരൽ, ഇത് 2 ഇങ്ങനെ പിടിക്കണം. 2 വിരൽ ആയല്ലേ. ഈ സെൻറ്റർ വിരലുണ്ടായാലും ലാസ്റ്റിൻ്റെ വിരൽ പറഞ്ഞോ, ഞാൻ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ഇത് 2 ഇങ്ങനെ പിടിക്കണം താഴേക്ക്, ഇത് മുകളിൽ, ഇത് സെൻറ്ററിൽ അതിന് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുന്നത്. ഓക്കെ, ഞാൻ പിടിച്ചിട്ട് കാണിക്കാം. നോക്കാം, ഇത് പിടിച്ചു, ഇത് 2 പിടിച്ചു. ഇനി ഇതിനെ ഈ വിരലിനെ ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടി. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടണം. കണ്ടോ? ഓക്കെ, ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് നിങ്ങൾ നന്നായി ചെയ്ത് കാണിക്കണം എനിക്ക്. ഇത് ബേസിക്കായിട്ട് ഈ ഭാഗം നോക്കാം. ഈ ഭാഗം നല്ല നീട്ടായിട്ട് കാണണം. ഈ സ്റ്റിച്ച് ഉണ്ടല്ലേ, ഈ ചെറിയ സ്റ്റിച്ച് ഉണ്ടല്ലേ, നോക്കാം. ഇത്ര ചെറുത് കാണണം. ഇത് വലിയതായി കാണാൻ പാടില്ല. ഇത് ഹെമ്മിങ് എന്ന് പറയുമ്പോൾ ഇത് നീറ്റായിട്ടിരിക്കും. നമ്മുടെ നെക്കിൻ്റെ സൈഡിലേക്ക് ഇത് ഇടുന്നതാണ്. ബ്ലൗസിൻ്റെ നെക്കിൻ്റേതും പിന്നെ നമ്മുടെ ചുടിദാർ അതിൻ്റെ നെക്കിൻ്റെ സൈഡിലേക്കും ഈ സ്റ്റിച്ച് യൂസ് ആവും. ഓക്കെ, ഇതെല്ലാം പഠിച്ചിട്ട് ഇന്ന് കാണിച്ചതെല്ലാം പഠിച്ചിട്ട് ചെയ്തു അതിൻ്റെ ഫോട്ടോ അയക്കണം നിങ്ങളുടെ ഗ്രൂപ്പിൽ. ഓക്കെ, ബൈ.